ഡോക്ടർ TPS കേൾക്കാൻ കഴിയുന്നുണ്ടോ? യെസ്, നമസ്കാരം. നമസ്കാരം. അതായത് നമ്മളിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന ആശങ്ക, അതാണ് നമ്മൾ അറിയേണ്ടത്. പ്രധാനമായും ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ ഇത് ബാധിക്കും എന്നുള്ളതാണ് അങ്ങയുടെ വിലയേറിയ അഭിപ്രായം. ഈ പ്രശ്നങ്ങൾ കൂടി വരുന്നു, കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു, പിന്നെയും കൂടി വരുന്നു. ഞാൻ ഇന്ന് അയർലൻഡിൽ നിന്ന് ഹൈദരാബാദിലെത്തിയതേ ഉള്ളൂ. സാധാരണഗതിയിൽ ദുബായിൽ വരുന്ന ഒരു റൂട്ടിലല്ല, ഇപ്പോൾ ഇറാൻ്റെ മുകളിലൂടെ പറക്കാതെയാണ്, ഹോർമോസ് ഒഴിവാക്കിക്കൊണ്ടാണ് എല്ലാ യാത്രകളും. എയർലൈൻസ് അങ്ങനെയാണ്. ബാക്കി ലോകത്തിലുള്ള ഏത് ചെറിയ രാജ്യങ്ങൾ യുദ്ധം ചെയ്താലും ഇല്ലാത്തതിനേക്കാളും കൂടുതൽ എല്ലാവരും എന്തുകൊണ്ടാണ് ഈ ഒരു ഹോർമോസ് എന്ന് പറയുന്ന ചെറിയ ഐലൻഡ്, ഒരു ചെറിയ ഐലൻഡാണ്, അതൊരു ചെറിയൊരു പ്രോവിൻസാണ്, അത് ഒരു യുദ്ധഭീതിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ലോക വ്യാപാരത്തിൻ്റെ ഭൂപടത്തിൽ ഒരു ബട്ടൺ അമർത്തിയാൽ എവിടെ എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ ടോക്കിയോ മുതൽ തിരുവനന്തപുരം വരെ കുലുങ്ങുന്ന തരത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന വലിയൊരു ചാവിയാണ് അവരുടെ കയ്യിലുള്ളത്. അത് ഒരാൾ ലോക്ക് ചെയ്യുമ്പോൾ മറ്റേ തുറക്കുന്നു എന്നുള്ളതാണ്. അതാണിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഇറാന് ഈ ഒരു യുദ്ധത്തിൽ ആ ഒരു കടലെടുക്ക് വിജയിക്കുക എന്നുള്ളതാണോ ലക്ഷ്യം? അമേരിക്കക്ക് ഇറാനെ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളതാണോ ലക്ഷ്യം? അല്ല, എല്ലാ ഭാഗങ്ങളും ക്ലോസ് ചെയ്ത് ഒരു എക്കണോമിക് പാരാലിസിസ് ഉണ്ടാക്കുകയാണോ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഇത് മൂന്നിനുള്ളൊരു എഫേർട്ട് ഓരോരാളുടെ ഭാഗത്തും നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു വലിയൊരു യുദ്ധത്തിലേക്ക് മാറാനോ അല്ലാതെ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും സാധ്യതയില്ല. ഇപ്പം തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഒരു സ്ട്രാറ്റജി, മൊസൈക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഡിഫൻസ് സ്ട്രാറ്റജി, 31 പ്രോവിൻസുകളിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന, പക്ഷെ സെൻട്രലി വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള തന്ത്രപരമായ ഏറ്റവും വലിയൊരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. തന്ത്രപരമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തന്ത്രം, ടാക്ടീസുകൾ. നമ്മൾ അവരുടെ നേവിയുടെ ഒരു സൈന്യത്തിൻ്റെ കഴിവ് നോക്കിയാൽ ഹോർമോസിൽ മാത്രം വേറെ ഒരു രാജ്യങ്ങൾക്കും ഇല്ലാത്ത തരത്തിലുള്ള ചെറിയ കപ്പൽ മുതൽ വലിയ ഫൈറ്റേഴ്സ് മുതൽ ചെറിയ ഫൈറ്റേഴ്സ് വരെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പോയിന്റിലാണ് അവർ നിൽക്കുന്നത്. ഇസ്രയേലിനെ വളരെ എഫക്റ്റീവായിട്ട് പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തന്ത്രങ്ങൾ മെനയാൻ സാധിക്കുന്നവരാണ്. അപ്പോൾ ഈ പറയുന്ന നോൺ സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ മൊസൈക്ക് സ്ട്രാറ്റജി ഇൻ ദ വാർ, ഓരോ പ്രോവിൻസുകൾക്കും അവരവരുടേതായ ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെൻറ് പറഞ്ഞാലാണ് നമ്മുടെ ആർമി, എയർഫോഴ്സ്, നേവിയൊക്കെ കേൾക്കുക എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിനും അവരുടേതായ അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഓരോ പ്രോവിൻസിനും ഉള്ള കഴിവുകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ടെഹ്റാനിന്ന് ഹോർമോസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 1500 കിലോമീറ്ററോളം ഉണ്ടെങ്കിൽ ഓരോ ഭാഗത്തും അതിന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കഴിവുണ്ട്. നമ്മൾ കാണേണ്ടത് ഇന്ത്യയെ പോലെ തന്നെ ഇന്ത്യയുടെ പകുതി മാത്രം ജിയോഗ്രഫിക്കൽ റീജിയനിലൊരു സ്ഥലം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൾച്ചറും ഒക്കെ ഉള്ളൊരു രാജ്യം, അതിൻ്റെ ഭൂപ്രകൃതി കൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, കാരണം മൗണ്ടനസ് റീജിയനിൽ ഗുഹകളുടെ ഉള്ളിൽ ജീവിക്കുന്ന വീടുകളുള്ള ആൾക്കാർ ഇപ്പോഴും ഉള്ളൊരു രാജ്യമാണത്. വേറെ ലോകത്തെവിടെയും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ ശക്തി കൊണ്ട് ജയിക്കാൻ സാധിക്കില്ലെങ്കിലും ഇറാന്റെ തന്ത്രങ്ങൾ കൊണ്ട് ഈ ഗുഹ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രകൃതി, അവരുടെ ഒരു സ്ട്രാറ്റജി, അവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അത് എനിക്ക് തോന്നുന്നു സൗദി അറേബ്യയിൽ കൂടി ഇല്ല. സൗദി അറേബ്യയുടെ അതേ പ്രകൃതിയാണ്, അല്ലെങ്കിൽ അതേ കൾച്ചറാണ്, അതേ ട്രഡീഷനാണ്, അതേ 25,000 വർഷങ്ങളാണെങ്കിൽ രണ്ടിനും 25,000 വർഷങ്ങളെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നമ്മുടെ കസിൻ ബ്രദേഴ്സ് ആയിട്ടുള്ള ഇറാൻ, ഇറാഖ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരേ ജനസിൽപ്പെട്ടിട്ടുള്ളവരാണെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ നമുക്കൊക്കെ ഉള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത്തരം വലിയ
സൈന്യമുള്ള അമേരിക്കയോട് പോലും കടപിടിക്കാൻ സാധിക്കുന്ന തരത്തിലാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അമേരിക്കക്കും വളരെ ഭയം. അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അമേരിക്ക ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള, ഇസ്രയേൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള, എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ഇത് തന്നെയാണ് കാരണം. ഹോർമോസ് എന്ന് പറയുന്നത് ചെറിയൊരു കടലിടുക്കല്ല, ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്താൻ സാധിക്കുന്ന ഒരു സെന്റർ ആയിട്ട് മാറി എന്നുള്ളത് നമ്മൾ കാണും. ആ ജനവിഭാഗം 8.8 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അവരിലെ എല്ലാവരും ഒരേ വോയിസിലാണെന്നാണ് എന്റെ വിശ്വാസം. വ്യക്തമാണ്.